അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നല്ല കൽത്തപ്പം ഉണ്ടാക്കാൻ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിറച്ചും നേരിയ ആരൊക്കെ ഉള്ള നല്ല കൽത്തപ്പം. നമ്മളിന്നത് അരി അരക്കാതെ ചോറ് ചേർക്കാതെ നല്ല എളുപ്പത്തിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മളിത് അരി അരച്ചിട്ട് ചെയ്യുന്ന കൽത്തപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കൽത്തപ്പം ഉണ്ടാക്കല്ലേ? ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് നല്ല കൽത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളെ കൽത്തപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പത്തിരിക്ക് എടുക്കണ വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ നിറബറിൻ്റെ പത്തിരിപ്പൊടിയാണ്. പിന്നെ നമുക്ക് ശർക്കര വേണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ശർക്കര ആണ്. നിങ്ങൾക്ക് ഒരു 3/4 കപ്പ് വരെ വേണമെങ്കിൽ എടുക്കാം, നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഒരു 3 ചുവന്നുള്ളി നല്ല വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നല്ല തേങ്ങാക്കൊത്ത്, നല്ല നേരിയതായിട്ട് എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. പിന്നെ നമുക്കൊരു 3 ഏലക്കായ വേണം. പിന്നെ ഇത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. നല്ല ജീരകം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ പൊടിയാണുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ അരക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ വേണം. പിന്നെ നമുക്ക് കൽത്തപ്പം ചുട്ടെടുക്കാനുള്ള വെളിച്ചെണ്ണ, ഓയിലോ പിന്നെ കുറച്ച് നെയ്യോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കാണ്. പിന്നെ ചേർക്കേണ്ടതാണ് നമ്മൾ ഏലക്കായ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തേങ്ങ. പിന്നെ ചേർക്കേണ്ടതാണ് നല്ല ജീരകത്തിൻ്റെ പൊടി. ഇത് വേണമെങ്കിൽ അരച്ചെടുത്തിട്ട് ചേർത്താലും മതി, പക്ഷെ ഞാനിപ്പോൾ തന്നെ ചേർക്കാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ തേങ്ങയും അരിപ്പൊടിയും വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇതാ നമ്മൾ അരപ്പ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് മധുരം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നോർമൽ കൽത്തപ്പത്തിന് ഇതിലും മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 200 ഗ്രാം വരെ എടുക്കാം, അതായത് ഒരു 3/4 കപ്പൊക്കെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, മധുരം കൂട്ടിയെടുക്കാം, വേണമെങ്കിൽ കുറച്ചെടുക്കാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ അത് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് ചൂടോടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല. കുറച്ച് ചൂടാറിയിട്ട് ഒരു ഇളം ചൂടിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ട് വെക്കാൻ പറ്റിയ അത്രയൊക്കെ തന്നെ ചൂടിൽ ഒഴിച്ചാൽ മതി. ഇതാ നമ്മളെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ അതിലൂടെ അരിച്ചെടുക്കാം. ചൂടാറിയാൽ പിന്നെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ ശർക്കര ഉരുക്കിയത് ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഉണ്ട്. അങ്ങനെ വലിയ തിളച്ച ചൂടൊന്നുമില്ല,
ചെറുതായിട്ടൊന്ന് ചൂടാറിക്കണേ, എന്നാലും അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്, പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അത് ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഇപ്പോൾ ഒഴിക്കുമ്പോൾ അതാ കണ്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളം ഒഴിച്ച്, പക്ഷേ പോരാ, ഇപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോണത്. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരണം. അപ്പോൾ ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞ് വീഴണ പോലെ കണ്ടോ. നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു പിരിച്ച്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതാ അപ്പം നമ്മൾ കൺസിസ്റ്റൻസി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം കൺസിസ്റ്റൻസി ഒക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നമുക്കിനി ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം 1 സ്പൂൺ മാവ് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം 1 സ്പൂൺ മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ആ ബേക്കിംഗ് സോഡ അങ്ങനെ കട്ട പിടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവാതെ അവിടെയും ഇവിടെയൊക്കെ കിടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ കൽത്തപ്പത്തിന് എന്നല്ല, ഏതൊരു ബാറ്ററിലും നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇതുപോലെ ചേർക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വെള്ളപ്പത്തിന് അല്ലെങ്കിൽ ദോശക്കൊക്കെ ചേർക്കുമ്പോൾ ഇതേപോലെ ചെയ്താൽ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം അരക്കുമ്പോൾ ചേർത്തു, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തു, പിന്നെ ശർക്കര ഉരുക്കിയത് ഒരു 1/2 കപ്പും. പിന്നെ ശർക്കര നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ അളവിലൊക്കെ മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് കൽത്തപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലോ വെളിച്ചെണ്ണ ഏതാണ് നിങ്ങളിഷ്ടം അത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മളെ തേങ്ങാക്കൊത്ത് ഏകദേശം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ഒരു നല്ലൊരു മണം വന്ന് തുടങ്ങും. ആ സമയമാണ് നമുക്കിതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതാ നമ്മളെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മളെ എണ്ണയും കുക്കറൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവാൻ ശ്രദ്ധിക്കാം. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നത് കണ്ടോ, അത്ര നല്ല ചൂടുണ്ടാവണം. എൻ്റെ അടുപ്പ് നല്ല ചൂടുള്ള അടുപ്പായതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കാൻ ശ്രദ്ധിക്കാം. ആ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ സൈഡിൽ പറ്റി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതേ ചൂടിൽ തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല, ആ വെയിറ്റ് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം.
ഇനി നിങ്ങൾക്ക് ഈ ആവി വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നല്ല ചൂടുള്ള ആവിയാണ് വരുന്നത്. നന്നായിട്ട് വെച്ചാൽ നമ്മൾ സാധാരണ പ്രഷർ കുക്കറിൽ ആവി വരുന്ന പോലെ അത്ര ഫോഴ്സിലല്ല, കുറച്ച് ചൂടുള്ള ആവിയാണ് വരുന്നത്. ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. ഇത്ര സമയം മതി കേട്ടോ. നമ്മുടെ കൽത്തപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതേ അടുപ്പിൽ തന്നെ വെക്കരുത്. അടുപ്പിൻ്റെ ചൂടുകൊണ്ട് പിന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ കുക്കർ എടുത്തതുകൊണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ കൽത്തപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കാം. അടിയിലൊന്ന് നോക്കിയേക്കാം പൊട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിത് മറിച്ചിടാം. അടിയിലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ ഹോൾസ് വന്നിട്ടുള്ളത്? ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. പാത്രം കാണിച്ചു തരാം. പാത്രത്തിൽ ചെറുതായിട്ട് ഇവിടെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പാണ്. ഇതാ നിറച്ചും നല്ല നേരിയ ആരോട് കൂടിയിട്ടുള്ള നല്ല കൽത്തപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവും. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.